Dear students, welcome to English class. Vanga, third part by Anton Chekhov. You know, it was the Christmas Eve and Vanga was trying to write a letter to his grandpa. He was at Moscow and grandpa was at the village far away from Moscow. അവൻ നഗരത്തിലാണ്, മുത്തശ്ശൻ ഗ്രാമത്തിലാണ്. അവൻ അച്ഛനില്ല, അമ്മയില്ല. നൗ വർക്കിംഗ് അണ്ടർ അല്യാഖീൻ ദ ക്രൂവൽ മാസ്റ്റർ. ക്രൂരനായ യജമാനൻ്റെ കീഴിൽ ഇപ്പോൾ പ്രത്യേകിച്ചും അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നു. ഷൂ മേക്കിംഗ് ആണ് അവൻ്റെ ജോലി. ബട്ട് ഹീ ഡസൻറ്റ് ഗെറ്റ് ഫുഡ്. പക്ഷെ അവന് വേണ്ടത്ര ഭക്ഷണം കിട്ടാറില്ല. നോ സഫിഷ്യൻറ്റ് ടൈം ടു സ്ലീപ്പ്. വേണ്ടത്ര ഉറങ്ങാനുള്ള സമയം കൊടുക്കാറില്ല. ആൻഡ് ഹീസ് ബാഡ്ലി ട്രീറ്റഡ്. അവനോട് മോശമായിട്ടാണ് പെരുമാറാറുള്ളത്. ആൻഡ് ഹീസ് ഓൺലി എ 9-year-old ബോയ്. കേവലം 9 വയസ്സുള്ള കുട്ടി. ആൻഡ് നോബഡി ടു സേ ദ സോറോസ്. ആരോടും ദുഃഖം പങ്കുവെക്കാനില്ല. സോ ഹീ ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് ഹിസ് സഫറിങ്സ് ടു ഹിസ് ഗ്രാൻഡ് ഡാഡ്. അതുകൊണ്ട് അവൻ തൻ്റെ സങ്കടപ്പാടുകൾ മുത്തശ്ശന് എഴുതി അറിയിക്കുന്നു. ദെൻ കണ്ടിന്യൂ. വാങ്ക സൈറ്റ്. കത്തെഴുതുന്നതിനിടെ അവൻ ദീർഘമായി നിശ്വസിച്ചു. ഡിപ്ഡ് ഹിസ് പെൻ ഇൻ ദ ഇങ്ക്. പേന മഷിയിൽ മുക്കിയെടുത്തു. ആൻഡ് വെൻ്റ് ഓൺ. വെൻ്റ് ഓൺ മീൻസ് കണ്ടിന്യൂഡ്. എഴുത്ത് തുടർന്നു. ആൻഡ് യെസ്റ്റർഡേ ഐ ഹാഡ് സച്ച് എ ഹൈഡിങ്. എൻ്റെ മുത്തശ്ശ, ഇന്നലെ എന്ത് അടിയാണ് കിട്ടിയതെന്നു. ഹൈഡിങ്, ടോർച്ചറിങ്, പീഡനം, തല്ല്. അൺബെയറബിൾ ടോർച്ചറിങ്, അൺബെയറബിൾ ബീറ്റിംഗ്. അസഹനീയമായ തല്ലാണ് ഇന്നലെ കിട്ടിയത്. ദ മാസ്റ്റർ ടുക്ക് മീ ബൈ ഹെയർ ആൻഡ് ഡ്രാഗ്ഡ് മീ ഔട്ട് ഇൻ ടു ദ യാർഡ്. യജമാനൻ്റെ മുടിക്ക് പിടിച്ച് വലിച്ചിഴച്ചു മുറ്റത്തുകൂടെ. ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച്. ദറ്റ് ഈസ് ദ മാസ്റ്റർ ടുക്ക് മീ ബൈ ദ ഹെയർ ആൻഡ് ഡ്രാഗ്, വലിച്ചഴയ്ക്കുക. ഡ്രാഗ്ഡ് മീ ഔട്ട് ഇൻ ടു ദ യാർഡ് ആൻഡ് ബീറ്റ് മീ, എന്നെ തല്ലി. വിത്ത് ദി സ്റ്റിറപ്പ് സ്ട്രാപ്പ്, ദാറ്റ് ഈസ് വിപ്പ്, ചാട്ടവാറ് കൊണ്ട്. സ്റ്റിറപ്പ് സ്ട്രാപ്പ്, ചാട്ടവാറ് കൊണ്ട് എന്നെ തല്ലി. ദാറ്റ് ഈസ് ദ സാഡസ്റ്റ് തിങ് ഇൻ ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടപ്പാടുള്ള ദിവസമാണ് ആ കഴിഞ്ഞുപോയ ദിവസം. ആൻഡ് ബീറ്റ് മീ വിത്ത് ദി സ്റ്റിറപ്പ് സ്ട്രാപ്പ് ബിക്കോസ് ബൈ മിസ്റ്റേക്ക് ഐ വെൻറ്റ് ടു സ്ലീപ്പ് while rocking their baby. And what was the mistake? What was the wrong with him? അവൻ എന്താണ് തെറ്റ് ചെയ്തത്? യെസ്, he had to do another duty at night also. പകല് ചെരുപ്പുണ്ടാക്കുന്ന പണി ചെയ്യുന്നതിനപ്പുറം രാത്രി ഉറങ്ങാതെ ഇരുന്ന് യജമാനൻ്റെ കുട്ടിയെ തൊട്ടിലാട്ടണം. റോക്ക് ദ ചൈൽഡ്, തൊട്ടിലാട്ടുക. അങ്ങനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കെ അവനോട് ഉറങ്ങിപ്പോയി. കുഞ്ഞു കരഞ്ഞു. യജമാനനും ഭാര്യയും അത് കേട്ടു. അവരോടി വന്നു, അവനെ വലിച്ചിഴച്ച് അടിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ്. ആൻഡ് ബീറ്റ് മീ വിത്ത് ദി സ്ട്രാപ്പ് ബിക്കോസ് ബൈ മിസ്റ്റേക്ക് ഐ വെൻറ്റ് ടു സ്ലീപ്പ് while rocking their baby. Rock the baby, that means make the baby sleep in the cradle, തൊട്ടിലാട്ടി ഉറക്കുക. ആൻഡ് വൺ ഡേ ലാസ്റ്റ് വീക്ക്, ഇനി മറ്റൊരു സംഭവമാണ് മുത്തശ്ശ. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ദ മിസ്ട്രസ് ടോൾഡ് മീ ടു ഗെറ്റ് എ ഹെറിങ്. എ ഹെറിങ്, എ ഹ്യൂജ് ഫിഷ് ലൈക്ക് കാറ്റ് ഫിഷ്, നമ്മുടെ ഏട്ട പോലുള്ള ഒരു വലിയ മത്സ്യം. ടു ഗെറ്റ് ഇറ്റ്, ദറ്റ് ഈസ് കട്ട് ആൻഡ് ക്ലീൻ.
ഒരു വലിയ മത്സ്യം എടുത്തിട്ട് ആ കുട്ടിയോട് അതിനെ മുറിച്ച് വൃത്തിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അഗെയിൻ ഐ റിമൈൻഡ് യു, വാങ്ക വാസ് ഓൺലി എ 9-year-old boy and he can't do it. He is unaware of it. അവനത് അറിയില്ല. എന്നിട്ട് ലാസ്റ്റ് വീക്ക് the mistress told me to get a herring and I began to cut from the tail. ഞാനതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് നിന്നാണ് മുറിക്കാൻ തുടങ്ങിയത്. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി കട്ട് ഫ്രം ദ ഹെഡ് പാർട്ട് ഓൺവേർഡ്സ്. അതിൻ്റെ തലഭാഗത്തു നിന്നാണ് മുറിക്കേണ്ടത്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ആൻഡ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു കട്ട് ഇറ്റ് ഫ്രം ദ ടെയിൽ പാർട്ട്. അതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് നിന്ന് മുറിക്കാൻ തുടങ്ങിയപ്പോൾ ദ മിസ്ട്രസ് ടോൾഡ് മീ ടു ഗെറ്റ് എ ഹെറിങ്. ഹെറിങ് എന്ന മത്സ്യം മുറിക്കാൻ പറഞ്ഞു. ആൻഡ് ബിഗാൻ ഫ്രം ദി ടെയിൽ ആൻഡ് ഷീ പിക്ഡ് അപ്പ് ദി ഹെറിങ്. അവർ ആ വലിയ മത്സ്യം എൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ചെടുത്തു. ആൻഡ് റബ്ഡ് മൈ ഫേസ് വിത്ത് ദ ഹെഡ്. എന്നിട്ട് എൻ്റെ മുഖം പിടിച്ച് ആ വലിയ മത്സ്യത്തിൻ്റെ തലയിട്ടുരച്ചു. That was the thing. And master beat him, അടിച്ചു. Mistress insulted and told him to cut the fish, and while it was mistaken, she picked his head and rubbed it at the fish. ആ വലിയ മത്സ്യത്തിന് തലയോട് ചേർത്ത് അവൻ്റെ മുഖം ഉരച്ച് കളഞ്ഞു. നോക്കൂ, കട്ട് എ ഹെറിങ് ആൻഡ് ഐ ബിഗാൻ ഫ്രം ദ ടെയിൽ ആൻഡ് ഷീ പിക്ഡ് അപ്പ് ദി ഹെറിങ് ആൻഡ് റബ്ഡ് മൈ ഫേസ് വിത്ത് ദ ഹെഡ്. ദ അതർ അപ്രൻറ്റീസസ് മേക്ക് ഫൺ ഓഫ് മീ. ഇതൊക്കെ കണ്ട് മറ്റുള്ള അപ്രൻറ്റീസുകൾ, പരിശീലന കുട്ടികൾ എന്നെ കളിയാക്കി. ദേ സെൻഡ് മീ ടു ദ ടവേൺ. ഇനി അവരുടെ വക അവരെന്നെ സത്രത്തിലേക്ക് അയക്കും. ടവേൺ, TAVERN, ടവേൺ, ഇൻ, സത്രം. എന്തിനാണെന്നോ? അവരെന്നെ സത്രത്തിലേക്ക് അയക്കും. ഫോർ വോഡ്ക, റഷ്യൻ പാനീയമായ ഡ്രിങ്ക്സായ വോഡ്ക വാങ്ങാൻ, മദ്യമായ വോഡ്ക വാങ്ങാൻ. ആൻഡ് മേക്ക് മീ സ്റ്റീൽ ദ മാസ്റ്റേഴ്സ് കുക്കുംബേഴ്സ്. മാത്രവുമല്ല, യജമാനൻ്റെ കുക്കുംബർ തോട്ടത്തിൽ പോയിട്ട്, കക്കിരിത്തോട്ടത്തിൽ പോയിട്ട് കക്കിരി കട്ടെടുത്ത് കൊടുക്കാൻ എന്നെ അവർ നിർബന്ധിക്കും. മാസ്റ്റേഴ്സ് കുക്കുംബേഴ്സ്. ആൻഡ് ദ മാസ്റ്റർ ബീറ്റ് മീ വിത്ത് ദി ഫസ്റ്റ് തിങ് ഹി ഫൈൻഡ്സ്. എനിഹൗ ഹി വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. എങ്ങനെയെങ്കിലും യജമാൻ അതറിയും, കണ്ടുപിടിക്കും. ആൻഡ് ഹി വിൽ ബീറ്റ് മീ വിത്ത് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഹി ഗെറ്റ്സ് ഇൻ ഹിസ് ഹാൻഡ്സ്. തൻ്റെ കയ്യിൽ കിട്ടുന്ന ഒന്നാമത്തെ സാധനം എടുത്തിട്ട്, അത് കല്ലാണെങ്കിൽ കല്ല്, മരമാണെങ്കിൽ മരം, മുട്ടിയാണെങ്കിൽ മുട്ടി, ഇരുമ്പിൻ്റെ വടിയാണെങ്കിൽ അത്, വിത്ത് ദാറ്റ് ഹി വിൽ ബീറ്റ് മീ. അതുകൊണ്ട് അദ്ദേഹം എന്നെ അടിക്കും. ആൻഡ് ഹി ഫൈൻഡ്സ് ആൻഡ് ദർ ഈസ് നത്തിങ് ടു ഈറ്റ്. മുത്തശ്ശ, അവർ എനിക്ക് ഒന്നും കഴിക്കാനും തരില്ല. ദേ ഗിവ് മീ ബ്രെഡ് ഇൻ ദ മോർണിംഗ്. രാവിലെ ഉണക്ക റൊട്ടി തരും. ആൻഡ് ഗ്രുവൽ ഫോർ ഡിന്നർ. രാത്രി ഗ്രുവൽ, ബോയിൽഡ് റൈസ് ഓർ വീറ്റ് വിത്ത് വാട്ടർ, കഞ്ഞി തരും, കഞ്ഞിവെള്ളം തരും, അല്ലെങ്കിൽ ഗോതമ്പ് വെള്ളം തരും. ദാറ്റ്സ് ദ ഫുഡ്. ആൻഡ് ദാറ്റ് റോട്ടൺ ബ്രെഡ്, ഉണക്ക ആ റൊട്ടി, കെട്ട റൊട്ടിയാണ് തരിക പലപ്പോഴും, പഴകിയത്, ഒപ്പം കുറച്ച് കഞ്ഞിവെള്ളവും. ആൻഡ് ദേ ഗിവ് മീ ബ്രെഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഗ്രുവൽ ഫോർ ഡിന്നർ ആൻഡ് ഇൻ ദി ഈവനിങ് ബ്രെഡ് അഗെയിൻ. വീണ്ടും രാത്രി 2 ഉണക്ക കഷ്ണം റൊട്ടി തരും. ബട്ട് ഐ നെവർ ഗെറ്റ് ടീ ഓർ കാബേജ് സൂപ്പ്. ഒരു തവണയെങ്കിലും എനിക്ക് തണുപ്പിന് അവർ ചായ തരാറില്ല. ഒരു തവണയെങ്കിലും എനിക്കവർ കാബേജ് സൂപ്പ്, അവർ കഴിക്കുന്ന സൂപ്പ് തരാറില്ല. ദേ ഗോബിൾ ഇറ്റ് ഓൾ അപ്പ് ദംസെൽസ്. ആ ഗോബിൾ
വെട്ടി വിഴുങ്ങുക. ഈറ്റ് വിത്ത് ഗ്രാഡ്. എൻ്റെ മുന്നിൽ വെച്ച് അവർ അതൊക്കെ വെട്ടി വിഴുങ്ങും. ദേ ഗോബിൾ ഇറ്റ് ഓൾ അപ്പ് ദംസെൽസ്. ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണമൊക്കെ അവർ തന്നെ കഴിച്ചു തീർക്കും. ആൻഡ് ദേ മേക്ക് മീ സ്ലീപ്പ് ഇൻ ദ പാസേജ്. അവർ എന്നെ ഉറങ്ങാൻ വിടുന്നത് ഇടനാഴിയിലാണ്. നോ റൂം, നോ കോട്ട്, നോ ബെഡ്. എനിക്ക് മുറിയില്ല, എനിക്ക് കട്ടിലില്ല, എനിക്ക് കിടക്കയില്ല. ആൻഡ് വെൻ ദിയർ ബേബി ക്രൈസ്. എന്തിനാണ് എന്നെ അവിടെ കിടത്തുന്നത്? അവിടെ കുഞ്ഞിനെ തൊട്ടിലിൽ കെട്ടിയിട്ടുണ്ട്. ആ കുഞ്ഞ് കരയുമ്പോൾ അവനെ ആട്ടണം. ഐ ഡോണ്ട് ഗെറ്റ് എനി സ്ലീപ്പ് അറ്റ് ഓൾ. അവൻ്റെ കരച്ചിൽ കേട്ടാൽ എനിക്ക് ഉറക്കം വരുമോ? ഐ ഹാവ് ടു റോക്ക് ഇറ്റ്. അഥവാ ഇനി അവൻ കരഞ്ഞാലോ ഞാൻ അവനെ ആട്ടിക്കൊടുക്കണം. ഡിയർ ഗ്രാൻഡ് ഹാർട്ട്, ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശ, ഫോർ ദി ഡിയർ ലോഡ് സേക്ക്, ദൈവത്തിന് ഓർത്തെങ്കിലും, ലോഡ് സേക്ക്, ദൈവത്തിൻ്റെ പേരിലെങ്കിലും, പ്ലീസ് ടേക്ക് മീ അവേ. എന്നെ ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോകൂ. ഫ്രം ഹിയർ ടേക്ക് മീ ഹോം ടു ദി വില്ലേജ്. ഇവിടെ നിന്നും എന്നെ ഈ നഗരത്തിൽ നിന്ന് അല്ല, ഈ നരകത്തിൽ നിന്ന് എന്നെ നമ്മുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകൂ. ഐ കാൺ ബിയർ ഇറ്റ് എനി ലോങ്ങർ. ഇനിയും ഇത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഓ ഗ്രാൻഡ് ഹാർട്ട്, ഐ ബെഗ്, എൻ്റെ മുത്തശ്ശ, ഞാൻ യാചിക്കുകയാണ് അങ്ങയോട്. ആൻഡ് ഇംപ്ലോർ, കേണപേക്ഷിക്കണം. ഇംപ്ലോർ, അപ്പീൽ, കേണപേക്ഷിക്കണം അങ്ങയോട്. യു ആൻഡ് ഐ വിൽ ആൾവേസ് പ്രേ ഫോർ യു. മുത്തശ്ശ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ആൻഡ് ഡു ടേക്ക് മീ എവേ. ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോകൂ. ഫ്രം ഹിയർ ഓർ ഐ വിൽ ഡൈ. ഇല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ ജീവിച്ചിരിക്കാൻ ഇടയില്ല. സോ ദിസ് ഇസ് ദ സോറോസ് ഓഫ് ദ ചൈൽഡ്. ഇതാണ് ആ കുട്ടിയുടെ സങ്കടം. 9-year-old ബോയ്, 9 വയസ്സുള്ള കുട്ടി. നോ ഫുഡ്, ഭക്ഷണമില്ല. നോ സ്ലീപ്പ്, ഉറക്കമില്ല. ആൻഡ് ടോർച്ചറിങ്, പീഡനമാണെങ്കിൽ സഹിക്കാൻ കഴിയില്ല. നോ ബഡി ടു ടോക്ക്, അവന് സംസാരിക്കാൻ ആരുമില്ല. നോ ബ്രദർ, നോ സിസ്റ്റർ, നോ പപ്പ, നോ മമ്മ, ആരുമില്ലാത്തൊരു കുട്ടി. ഓൺലി ഗ്രാൻഡ് ഡാഡ്. ആ ഗ്രാൻഡ് ഡാഡിനാണെങ്കിൽ ജോലിയുമില്ല, വരുമാനവുമില്ല. So this is the condition of the children of our world in many countries, even in our country. ഇതൊക്കെ വെറും കേവല സങ്കല്പങ്ങളല്ല, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പല പല നാടുകളിൽ നടക്കുന്ന, നമ്മുടെ നാട്ടിൽ നടക്കുന്ന, ചേരി പ്രദേശത്ത് നടക്കുന്ന, ഗ്രാമങ്ങളിൽ പോലും നടക്കുന്ന ഈ സത്യസന്ധമായ കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് മേക്ക് ദ ചൈൽഡ് വർക്ക്. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ആരും ചോദിക്കാനില്ലാത്തത് കൊണ്ട്, ആരും പറയാനില്ലാത്തത് കൊണ്ട്, ആരും പ്രതിഷേധിക്കാനില്ലാത്തത് കൊണ്ട് മേക്ക് ദം വർക്ക്. അതിനെതിരെയുള്ള അതിമനോഹരമായ ഒരു കഥയാണ് ഈ വാങ്ക. വാങ്കാസ് ലിപ്സ് ട്വിച്ച്ഡ്. അവൻ ചുണ്ട് കടിച്ചു പിടിച്ചൊക്കെ കരച്ചിൽ വരെയാണ്. ട്വിച്ച്, മേക്ക് സഡൻ മൂവ്മെൻറ്റ്. അവൻ ചുണ്ട് ഇങ്ങനെ ഇറുക്കി കടിച്ചു പിടിച്ചു കരയാൻ വന്നതുകൊണ്ട്. ആൻഡ് വാങ്കാസ് ലിപ്സ് ട്വിച്ച്ഡ്. ഹി റബ്ഡ് ഹിസ് ഐസ്. അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ കണ്ണ് തുടച്ചു. വിത്ത് എ ബ്ലാക്ക് ഫിസ്റ്റ്. അവൻ്റെ കയ്യിൽ നിറയെ ആ ചായമാണ്, ചെരുപ്പിന് തേക്കുന്ന ചായമാണ്. ആ കറുത്ത ചായം പൂശിയ കൈകൊണ്ട് അവൻ കണ്ണ് തുടച്ചു. എൻ്റെ ഗേവേ സോബ്. എന്നിട്ടും അവനോട് അറിയാതെ തേങ്ങിപ്പോയി. ആ കുഞ്ഞിനോട് കരഞ്ഞുപോയി. കത്ത് തുടരാണ്. ഐ വിൽ ഗ്രാൻഡ് യു സ്നഫ് ഫോർ യു. മുത്തശ്ശ, ഞാൻ അവിടെ വരാം. ഞാൻ മുത്തശ്ശന് എന്നും മൂക്കിൽ പൊടിച്ചു തരാം, പുകയില പൊടിച്ചു തരാം. ഹി വെൻ്റ് ഓൺ. ഐ വിൽ പ്രേ ഫോർ യു ആൻഡ് യു ക്യാൻ ഫ്ലോഗ് മീ. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അങ്ങ് വേണമെങ്കിൽ എന്നെ അടിച്ചോളൂ. യു ഫ്ലോഗ് മീ. എത്ര ഫ്ലോഗ് മീൻസ് ബീറ്റ് വിത്ത് എ റോഡ്, ഇൻ എ റോഡ് ഓർ വിപ്പ്. ഇരുമ്പ് വടി കൊണ്ടോ അല്ലെങ്കിൽ വടി കൊണ്ടോ അല്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ടോ അടിക്കുക. അങ്ങനെ തല്ലിക്കുള്ളൂ. ഫ്ലോഗ് മീ ആസ് ഹാർഡ് ആസ് യു ലൈക്ക്. അങ്ങ് ഇഷ്ടം പോലെ എന്നെ തല്ലിക്കോളൂ വേണമെങ്കിൽ. ഐ വിൽ ബെയർ ഇറ്റ്. ഞാനത് സഹിച്ചു കൊള്ളാം. ബിക്കോസ് യു ആർ മൈ ഗ്രാൻഡ് ഡാഡ്. അങ്ങൻ്റെ മുത്തശ്ശനല്ലേ. ബട്ട് ദിസ് മാൻ, ദിസ് ക്രൂവൽ മാൻ, ദിസ് ഡെവർ ലൈക്ക് പേഴ്സൺ. പക്ഷേ ഈ മനുഷ്യൻ, ഈ ക്രൂരനായ മനുഷ്യൻ, ഈ പിശാചിനെ പോലുള്ള മനുഷ്യൻ എന്നെ അടിച്ചു കൊല്ലാണ് ഇവിടെ. ആൻഡ് ഇഫ് ഐ ആം naughty,
മുത്തശ്ശ, ഞാൻ വികൃതി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തല്ലിക്കോളൂ. ഐ ആം റെഡി ടു ബെയർ ഇറ്റ്. അത് ഞാൻ സഹിച്ചു കൊള്ളാം. ആൻഡ് ഇഫ് യു തിങ്ക് ദർ ഈസ് നത്തിങ് ഫോർ മീ ടു ഡു. ഇനി മുത്തശ്ശന് തോന്നുകയാണോ എന്നെക്കൊണ്ടൊരു ഒന്നിനും കഴിയില്ല എന്ന്, എന്നെക്കൊണ്ടൊരു ഗുണവുമില്ല എന്ന്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്, ഞാൻ കൊച്ചുകുട്ടിയാണെന്ന്? ഐ വിൽ ആസ്ക് ദി സ്റ്റുവാർഡ് ടു ടേക്ക് പിറ്റി ഓൺ മീ ആൻഡ് ലെറ്റ് മീ ക്ലീൻ ദ വുഡ്സ്. എങ്കിൽ ഞാൻ അവിടുത്തെ സ്റ്റുവാർഡിനോട് പറഞ്ഞിട്ട്, അവിടുത്തെ പരിചാരകരുടെ ഹെഡിനോട് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെയും ഷൂസ് തുടച്ച് കൊടുക്കാം. ഐ എം റെഡി ടു ക്ലീൻ ദ ബൂട്ട്സ് ഓഫ് ദാറ്റ് ഹൗസ് മെമ്പേഴ്സ്. ആ ജോലിയെങ്കിലും എനിക്ക് തരൂ മുത്തശ്ശ. ഓർ ഐ വിൽ ഗോ ആസ് ഷെപ്പേർഡ്. ഇല്ലെങ്കിൽ ഞാൻ അവിടുത്തെ പശുക്കളെ മേയ്ക്കാൻ പോകാം, അല്ലെങ്കിൽ ആടിനെ മേയ്ക്കാൻ പോകാം. ഷെപ്പേർഡിൻ്റെ പണി ഞാൻ എനി വർക്ക്, എന്തെങ്കിലും ജോലി. ഡോണ്ട് കിൽ മീ ഹിയർ. എന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ കൊല്ലരുതേ മുത്തശ്ശ. ഐ വോണ്ട് ടു കം ദർ. എനിക്ക് അവിടെ വരണം. ഐ വോണ്ട് ടു ലിവ് വിത്ത് യു. എനിക്ക് മുത്തശ്ശൻ്റെ കൂടെ ജീവിക്കണം. ഐ എം റെഡി ടു ഡു എ ന്യൂ വർക്ക്. ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. ഐ എം റെഡി ടു ക്ലീൻ ദ ഓർ പോളിഷ് ദ ബൂട്ട്സ്. ആ ബൂട്ട് പോളിഷ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഓഫ് ദാറ്റ് ഹൗസ് മെമ്പേഴ്സ്. ഓർ ഡു ദി സെർവൻറ്റ് വർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ അടുക്കള പണി ചെയ്യാൻ തയ്യാറാണ്. ഓർ ദ ഷെപ്പേർഡ് വർക്ക്, അല്ലെങ്കിൽ ആ ഇടയൻ്റെ പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനി വർക്ക് ഐ ആം റെഡി ടു ഡു. ഇൻസ്റ്റെഡ് ഓഫ് ഫിദ്യ. ഇപ്പോഴ് ഫിദ്യ വരാറില്ലല്ലോ, അവൻ്റെ ജോലി ഞാൻ ചെയ്തു കൊള്ളാം. ഫിദ്യ മറ്റൊരു കുട്ടിയാണ്, മറ്റൊരാളാണ്, കുട്ടിയല്ല മറ്റൊരാളാണ്. ഡിയർ ഗ്രാൻഡ് ഡാഡ്, ഐ കാൺഡ് സ്റ്റാൻഡ് ഇറ്റ്. മുത്തശ്ശ, ഇത് സഹിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഡെയിലി ഹൈഡിങ്, നിത്യേനയുള്ള ഈ തല്ല്. ആൻഡ് ഡെയിലി ഇൻസൾട്ട്, നിത്യേനയുള്ള ഈ പരിഹാസം. ആൻഡ് നോ ഫുഡ്, ഭക്ഷണം തരാതിരിക്കുക. നോ സ്ലീപ്പ്, ഉറങ്ങാൻ കഴിയാതിരിക്കുക. ഇറ്റ് ഈസ് കില്ലിങ് മീ. മുത്തശ്ശ, ഇതെന്നെ കൊല്ലുന്നു, അവരെന്നെ കൊല്ലുകയാണ്. ഐ തോട്ട് ഐ വുഡ് റൺ അവേ ഓൺ ഫുട്ട് ടു ദി വില്ലേജ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഗ്രാമത്തിലേക്ക് ഇവിടെ നിന്ന് നടന്നു വന്നാലോ എന്ന്. ബട്ട് ഐ ഹാവ് നോ ബൂട്ട്സ്. പക്ഷേ എങ്ങനെ മുത്തശ്ശ, ഈ മഞ്ഞിലൂടെ ബൂട്ടില്ലാതെ ഞാൻ എങ്ങനെ നടക്കും? ആൻഡ് ഐ വാസ് അഫ്രൈഡ് ഓഫ് ദി ഫ്രോസ്റ്റ്. എങ്ങനെയാണ് മുത്തശ്ശ ഒരു ഹാറ്റില്ലാതെ കോട്ടില്ലാതെ ഈ ഫ്രോസ്റ്റിലൂടെ, ഈ മഞ്ഞിലൂടെ ഹാറ്റും കോട്ടും ബൂട്ടുമില്ലാതെ ഞാൻ നടക്കുക? ദാറ്റ് ഈസ് ഹീസ് ഹെൽപ്ലെസ്നെസ്. നമ്മളെപ്പോലെ സുഖമായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ജീവിതം ആഘോഷമാക്കി മാറ്റുന്നവരല്ല എല്ലാവരും. ഈ ഭൂമിയിൽ പിറന്നു വീണ കുട്ടികളിൽ പലരും ഇതുപോലെ നരകിക്കുന്നവരാണ്. പറയാണ്, അവൻ എഴുതാണ്, ആൻഡ് വെൻ ഐ ഗ്രോ അപ് ടു ബി എ മാൻ. മുത്തശ്ശ, ഞാൻ മുതിർന്നാൽ, ഞാൻ വളർന്നാൽ, ഐ വിൽ ലുക്ക് ആഫ്റ്റർ യു. ഞാൻ അങ്ങയെ സംരക്ഷിച്ചോളാം. നൗ യു കെയർ മീ. ഇപ്പോഴും മുത്തശ്ശൻ എന്നെ നോക്കണം, ഇപ്പോഴും മുത്തശ്ശൻ എന്നെ സംരക്ഷിക്കണം. വെൻ ഐ ഗ്രോ അപ്പ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. മുത്തശ്ശനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ആൻഡ് ഐ വിൽ നോട്ട് ലെറ്റ് എനി വൺ ഹർട്ട് യു. ഇല്ല മുത്തശ്ശ, ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാൻ വന്നാൽ അവരെ ഞാൻ ശരിയാക്കും. ഐ വിൽ നെവർ അലൗ ടു ഹർട്ട് യു. ആരെങ്കിലും അങ്ങയെ വൃദ്ധനെന്ന രീതിയിൽ തല്ലാൻ വന്നാൽ ഞാൻ അവരെ ശരിപ്പെടുത്തും. ആൻഡ് വെൻ യു ഡൈ ഐ വിൽ പ്രേ ഫോർ യു. മുത്തശ്ശ, അങ്ങ് പ്രായമായി മരിച്ചാൽ ഞാനല്ലേ അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഹൂ അവർ ഹിയർ ഈസ്, മറ്റാരാണുള്ളത്? പ്ലീസ് ടേക്ക് മീ ഫ്രം ഹിയർ ടു ദ വില്ലേജ്. അതുകൊണ്ട് മുത്തശ്ശ, ദയവ് ചെയ്ത് എന്നെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകൂ. ആൻഡ് പ്രേ ഫോർ യുവർ സോൾ ലൈക്ക് ഐ ഡു ഫോർ മൈ മമ്മി. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറില്ലേ? ലൈക്ക് ദാറ്റ്, അതേപോലെ വെൻ യു ഡൈ മുത്തശ്ശ, അങ്ങ് മരിക്കുമ്പോൾ ഐ വിൽ പ്രേ ഫോർ യു. ഐ വിൽ ലിവ് ഫോർ യു. വെൻ ഐ ഗ്രോ അപ്പ് ഐ വിൽ ലിവ് ഫോർ യു. വെൻ ഐ ഗ്രോ അപ്പ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. മുത്തശ്ശ, ഞാൻ വളർന്നാൽ അങ്ങയെ ഞാൻ സംരക്ഷിക്കും. ആൻഡ് ഐ വിൽ പ്രൊട്ടക്റ്റ് യു. ഞാൻ അങ്ങയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ആൻഡ് വെൻ യു ഡൈ ഐ വിൽ പ്രേ ഫോർ യു. ഇനി അങ്ങ് മരിച്ചാൽ ഞാൻ അമ്മയ്ക്ക് പ്രാർത്ഥിക്കും പോലെ മുത്തശ്ശന് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു. ദ റിമൈനിങ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.